ജമ്മുകശ്മീരിലെ കത്വയിൽ ഭീകരർക്കായി തെരച്ചിൽ. 3 ഭീകരർ കാഹോഗ് ഗ്രാമത്തിൽ എത്തിയെന്നാണ് സുരക്ഷാ സേനയ്ക്ക് ലഭിച്ച വിവരം. രാത്രി ഏറ്റുമുട്ടലുണ്ടായെന്നും വിവരമുണ്ട്. കൂടുതൽ സേന എത്തി തെരച്ചിൽ തുടരുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുൻ, തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ടോ? എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ? ഏറ്റുമുട്ടലുണ്ടോ? മൂത്തി, നിലവിൽ ഏറ്റുമുട്ടലില്ല എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കമർനല്ല എന്ന് പറയുന്ന വനമേഖല കേന്ദ്രീകരിച്ചാണ് ഈ തിരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കൂടുതൽ സേനാംഗങ്ങൾ, അതിൽ CRPF ഉൾപ്പെടെയുള്ളവരുണ്ട്. അതെല്ലാം തന്നെ ഇപ്പോൾ ഈ രാവിലെ വിന്യാസം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് ആദ്യം ഒരു ഭീകരരെ ഈ കാഹോഗ് മേഖലയിൽ, പ്രധാനമായിട്ടും ഈ കമർനല്ല എന്ന് പറയുന്ന വനമേഖലയിൽ തന്നെ കണ്ടെത്തിയത്. അതും സുരക്ഷാ സേനയുടെ SOG വിഭാഗമായിരുന്നു ആദ്യമായിട്ട് ഈ കോൺടാക്ട് അവരുമായിട്ടായിരുന്നു ഉണ്ടായത്. പിന്നാലെ തന്നെ വെടിയുതിർത്തു സുരക്ഷാ സേന സംഘത്തിന് നേരെ ഭീകരരും തിരിച്ച് വെടിയുതിർക്കുകയായിരുന്നു. അങ്ങനെ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ചെറിയ രീതിയിൽ, അതായത് ഇന്നലെ വൈകിട്ട് ആദ്യം ഈ ഭീകരരെ കാണുന്നു, ഒരു കോൺടാക്ട് ഉണ്ടാകുന്നു. അതിനുശേഷം ചെറിയ നേരത്തേക്ക് സൈന്യം വെടിയുതിർക്കുന്നു. പിന്നീട് വലിയ തോതിൽ തിരച്ചിലാണ് ഉണ്ടായത്. അതിനുശേഷം ഇന്നലെ അർദ്ധരാത്രിയോടെ തന്നെ വീണ്ടും ഒരു കോൺടാക്ട് കൂടി ഉണ്ടായി. അവിടെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ സൈനിക വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം വനമേഖലയുടെ അകത്തേക്ക് ഈ ഭീകരർ ഓടിപ്പോയിട്ടുണ്ട്. അതിനുശേഷം അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 പേരുണ്ട് ഈ ഭീകരരെ ബന്ധപ്പെട്ട് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച്. 3 പേരും ലഷ്കർ ഇ തൊയ്ബ ഭീകരരാണ് എന്നുള്ള കാര്യം കൂടിയാണ് അറിയുന്നത്. അതായത് പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറി വന്നവരാണെന്നുള്ള കാര്യമാണ് നിലവിൽ സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഒരു ഏറ്റുമുട്ടൽ സാധ്യതയുണ്ട്. വലിയ തോതിൽ കൂടുതൽ സുരക്ഷാ വിന്യാസം എത്തിച്ചുകൊണ്ട് പരിശോധനയും തിരച്ചിലും നടന്നുകൊണ്ടിരിക്കുകയാണ്.